ഫാദർ അജി പുതിയാപ്പറമ്പിൽ എഴുതുന്നു, ഇണചേരുന്ന മതവും രാഷ്ട്രീയവും. അതീവ ഗുരുതരമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് കേരളം ഇന്ന് അകപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പൊതുബോധം അതിഭീകരമാം വിധം മതവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മതങ്ങളാകട്ടെ അതിദാരുണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യരെക്കാൾ മതനേതാക്കളെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നതിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയെങ്കിൽ ഭരണകൂടത്തെ എങ്ങനെ കൈപ്പിടിയിലാക്കാം എന്നതിലാണ് മതനേതൃത്വത്തിന്റെ വ്യഗ്രത. ഇക്കാലത്ത് മതങ്ങൾ നടത്തുന്ന ആത്മീയ പരിപാടികളൊക്കെ തന്നെ ഒരുതരം രാഷ്ട്രീയ വിലപേശലിന്റെ സമ്മർദ്ദതന്ത്രങ്ങളുടെയും ഭാഗമായി മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെത്രാഭിഷേകം, വിവിധ സമുദായ സംഘടനകളുടെ വാർഷികങ്ങൾ, ബൈബിൾ കൺവെൻഷൻ, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ തുടങ്ങിയവയിലേക്കൊക്കെ ഒരവസരം കിട്ടാൻ രാഷ്ട്രീയ നേതാക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഈയിടെയായി മതനേതാക്കളുടെ ആത്മീയ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിലൊക്കെ തന്നെ ചില രാഷ്ട്രീയ മുന്നറിയിപ്പുകളും ഭീഷണികളും ഉണ്ടാകും. അതിനെയൊക്കെ പേടിച്ചും അവരെ പ്രീതിപ്പെടുത്തിയും ഭരണവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തേണ്ട ഗതികേടിലാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം. ഇത് ഒട്ടും ആശാസ്യമല്ല. ഇവിടുത്തെ മതരാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഉദാഹരണം മാത്രം പറയാം. 2025 ജനുവരി 10 അർദ്ധരാത്രിയിൽ എറണാകുളം അതിരൂപതയുടെ ബിഷപ്സ് ഹൗസിൽ വെച്ച് 21 മനുഷ്യർക്ക്, വൈദികർക്ക് നേരെ ക്രൂരമായി പോലീസ് അതിക്രമവും നഗ്നമായ മനുഷ്യാവകാശ ലംഘനവും നടന്നിട്ട് ഇതിനകം 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ അനീതിക്കെതിരെ ഇതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന ആടിന് ആപത്ത് സംഭവിച്ചാൽ പോലും അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷവും കണ്ടഭാവം നടിച്ചിട്ടില്ല. മനഃപൂർവ്വമല്ല ഈ നിശബ്ദത, നിവൃത്തികേട് കൊണ്ടാണ്. ചില നേതാക്കൾ അത് തുറന്നു സമ്മതിക്കുകയും ചെയ്തു. കാരണം ആ 21 വൈദികരും പ്രതിഷേധിച്ചത് മതനേതൃത്വത്തിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെയായിരുന്നു. ഇന്നത്തെ കേരള സാഹചര്യത്തിൽ പുരോഹിത നേതൃത്വത്തിന്റെ അപ്രീതിക്ക് പാത്രമാകാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ധൈര്യപ്പെടുമോ? കേരള രാഷ്ട്രീയം, അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആവട്ടെ, അത്രമാത്രം മതനേതൃത്വത്തെ ഭയപ്പെടുന്നു. മെത്രാന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ പോലും ഈ കാടത്തത്തിന് മുതിർന്നത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജനമൈത്രി പോലീസ് അധപ്പതിച്ചാൽ മത പോലീസാകാം. ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്യാൻ തക്കവിധം ഇവിടുത്തെ മതസംവിധാനങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇത് എങ്ങോട്ടുള്ള പോക്കാണ്? വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമായി നമ്മൾ മാറിക്കഴിഞ്ഞു എന്നത് ഇനി എന്നാണ് മലയാളി മനസ്സിലാക്കുക?